അച്ഛനോടല്ല നിങ്ങൾ ഇതൊക്കെ പറയണ്ടേ, എന്റെ അടിക്കല്ല ചോദിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നാവുണ്ടല്ലോ. ഇതിലും ഭേദം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ. എനിക്ക് ഡിവോഴ്സ് തന്നാ മതി. ഡിവോഴ്സോ? നീ എന്തായി പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമല്ലേ ആയുള്ളൂ. ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? അച്ഛാ, എനിക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഞാൻ അച്ഛൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ വിളിച്ചു വരുത്തിയത്. അച്ഛൻ പറഞ്ഞത് ശരിയാ. കല്യാണം കഴിഞ്ഞ് 1 വർഷം വരെ ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു. എൻ്റെ കൂടെ പുറത്തു വരാനും ഫുഡ് കഴിക്കാൻ പോകാനും സിനിമയ്ക്ക് വരാനും ഒക്കെ ചേട്ടന് സമയമുണ്ടായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ ഇപ്പം കുറേ നാളായിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കാറ് പോലും ഇല്ല അച്ഛാ. ഞാൻ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ വരില്ല. ഒരു ഷോപ്പിങ്ങിന് പോകാൻ വിളിച്ചാലോ ഫുഡ് കഴിക്കാൻ പോകാൻ വിളിച്ചാലോ ഒന്നും എൻ്റെ കൂടെ വരാറേ ഇല്ല. എല്ലാം നീ നിന്റെ സുഹൃത്തുക്കളുടെ കൂടെ പൊക്കോന്നാ പറയാറ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ആണോ പോണ്ടേ? അപ്പൊ പിന്നെ എന്തിനാ എനിക്ക് അയാളെ കല്യാണം കഴിച്ചു തന്നെ? ഇതൊന്നും ഇങ്ങനെ മുന്നോട്ട് പോയില്ല. ഇപ്പൊ തന്നെ എല്ലാരും ചോദിച്ചു തുടങ്ങി, നിങ്ങൾ ഒരുമിച്ചല്ലേ? എന്തൊക്കെയാണെന്നറിയോ ഞാൻ ഫേസ് ചെയ്യുന്നത്? എന്തായാലും ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ കൈ കിട്ടുമായിരിക്കും. ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയത് ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ തുണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അച്ഛനെ പോന്നായിരുന്നു. ഞാൻ കുറച്ചു നേരമായി. ഞാൻ അച്ഛന്റെ മോൾ അയച്ച ഡിവോഴ്സ് നോട്ടീസ്. എന്ത് കാരണത്താൽ എവിടെയും ചെയ്ത് ചോദിച്ചാ? ഇവളെ പോലെ സൂചിക്കുന്ന ഒരു പെണ്ണ് ഏരിയലെങ്കിലും ഇല്ല. ഇവിടെ പറയുന്ന എന്ത് കാര്യം ഞാൻ സാധിച്ചു കൊടുക്കാത്ത? അവളോട് ചോദിച്ചു നോക്ക്. കാറിന് കാറ്, ഫുഡിന് ഫുഡ്, ഡ്രസ്സിന് ഡ്രസ്സ്, സിനിമ കാണാൻ പൈസ, എല്ലാ കാര്യം കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അവളുടെ ഏത് ഇഷ്ടത്തിനാണ് ഞാൻ എതിരേക്കുന്നതെന്ന് ചോദിച്ചു നോക്കി. അച്ഛനോടല്ല നിങ്ങൾ ഇതൊക്കെ പറയണ്ടേ, എന്റെ അടിക്കല്ല ചോദിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നാവുണ്ടല്ലോ. എന്റെ അച്ഛ എത്ര നാളായെന്നറിയാം ഇങ്ങനെ എന്റെ അടിക്കാന്ന് സമാധാനമായിട്ട് മിണ്ടിയിട്ട്. ഞാനിങ്ങനെ കാണാറ് പോലും ഇല്ല. രാത്രിയിൽ എപ്പോഴോ വന്ന് കിടക്കും, രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ എണീറ്റ് പോകും. ഇതിലും ഭേദം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ. എനിക്ക് ഡിവോഴ്സ് തന്നാ മതി. ഞാൻ അച്ഛനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ പൊക്കോളാം. കൊള്ളാം. നിനക്ക് വേണ്ടി രാപകല്ലാതെ കഷ്ടപ്പെട്ട നീ എന്നോട് ഇങ്ങനെ പറയണം? നിനക്ക് എന്തോ പരാതി? നിന്റെ കൂടെ പുറത്ത് കറങ്ങാൻ വരുന്നില്ല, നിന്റെ കൂടെ ഇരിക്കുന്നില്ല, ഇതൊക്കെയല്ലേ പരാതി? ഇതിനൊക്കെ കാരണക്കാരി ആരാ? നീ ഒരുത്തിയാ. നിനക്ക് ഓർമ്മയുണ്ടോ നീ 3 വർഷം മുമ്പ് പറഞ്ഞത്? കുളിച്ചിട്ടും ചൂടിന് കുറവൊന്നുമില്ല, ഈർക്കുന്നു. ഇന്നെന്താ നേരത്തെ പോരുന്നോ? വണ്ടി കുറവായിരുന്നു. ഇനിയുള്ളൊരു ഇഞ്ചൻ പണിയാ, അത് നാളെ ചെയ്യാന്ന് വെച്ച്. ചേട്ടാ, ചേട്ടൻ കുറെ നേരം ഇവിടെ വർക്ക് ചെയ്താലേ കുറെ പൈസ കൂടെ കിട്ടത്തില്ലേ? എടി ഇപ്പൊ എനിക്ക് 10-40 ശമ്പളം കിട്ടുന്നില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നുണ്ട്. അത് വെച്ച് നമ്മൾ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്. നിന്റെ ആഗ്രഹം നമ്മൾ വെളിയിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, കറങ്ങിൽ ആവശ്യമായിട്ട് വരുന്നു. നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അതല്ല ഏട്ടാ, ചേട്ടൻ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരത്തില്ലേ? ഒരു 2-3 മണിക്കൂറോടെ ഒക്കെ ജോലി ചെയ്താൽ കുറേ പൈസയും കൂടെ കിട്ടത്തില്ലേ? അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞേ. ഞാൻ ഈയിടെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയില്ലേ. അവളുടെ ഭർത്താവ് വെറും വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു. ഒന്നുമില്ലെങ്കിലും ചേട്ടൻ വർക്ക്ഷോപ്പിൻ്റെ ഓണറെങ്കിലും അല്ലേ. പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തമായിട്ട് 3-4 വർക്ക്ഷോപ്പും എന്തൊക്കെയോ, അവരുടെ വണ്ടി വീട് ഒക്കെ ഒന്ന് കാണണം. നിങ്ങൾ വിചാരിച്ചാലും ഇതൊക്കെ നടക്കത്തില്ലേ? ശരി, പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, ഈ സൗഭാഗ്യങ്ങളൊക്കെ വരുമ്പോഴേ സന്തോഷവും സമാധാനവും പോവും. എനിക്ക് ഇതിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പോലും പറ്റുന്ന തരത്തില്ല. അപ്പോൾ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് എന്താ പോവാ? അടുത്ത് വന്നിരിക്കുന്നതിനകത്തൊന്നുമല്ല കാര്യം. ജോലി വേണം, നല്ല കാശ് വേണം ഇഷ്ടം പോലെ. അല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതിയോ? നമുക്കൊരു കുഞ്ഞുങ്ങളും കൂടെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? ഞാൻ പറയുന്നൊന്ന് ചിന്തിക്കേട്ടാ. ചേട്ടാ, നമുക്ക് അവരെ പോലെ നല്ല കാറും വീടും ഒക്കെ വേണ്ടേ? നമ്മൾ രണ്ടുകൂടി ഈ പാട്ട് 2 വീലറിലല്ലേ പോകുന്നത്. ശരി, എന്നാ പിന്നെ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നാളെ തൊട്ട് ഞാൻ കൂടുതൽ ടൈം പണി ചെയ്യാം. ഇതാ അച്ഛൻ സംഭവിച്ചത്. അച്ഛൻ പറഞ്ഞ ഞാൻ എന്ത് വേണം? അവള് പറഞ്ഞു ശരിയാ. 1 വർഷം ഞാൻ നല്ല സന്തോഷത്തോടാണ് ജീവിച്ചത്. പക്ഷെ അത് ഇല്ലാതാക്കി അവൾ എടുത്തിയ. അവിടെ കൂട്ടുകാരെ കണ്ട് ജീവിക്കാൻ പഠിച്ചത്. അവർ ആർഭാട ജീവിതം. ശരി, ആയിക്കോട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്തു. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. അവള് പറഞ്ഞ എല്ലാം നേടിക്കൊടുത്തു. പണത്തിന്റെ പുറകെ പോയപ്പോൾ ഞങ്ങളുടെ ജീവിതം പോയി. എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിട്ടല്ല.
ഇവളുടെ ആഗ്രഹം സഹായിക്കാൻ വേണ്ടി ഞാൻ പൈസയുടെ പറഞ്ഞു പോയപ്പം എനിക്ക് ഇവളുടെ കൂട്ടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ തെറ്റാറുടെ ഭാഗത്താ. അച്ഛൻ അറിയാവോ, ഞാൻ ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി. നന്നായിട്ട് ഉറങ്ങിയിട്ട് ആകെ 2-3 മണിക്കൂർ ഉറങ്ങുന്നേ. ഇതിനാണ് പറയുന്നത് മോളെ തിന്നിട്ട് എല്ലിനടെ കുത്തുന്നത്. നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി രാപകൽ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി എല്ലാം ചെയ്താൽ ഇവനെ വേണം നിനക്ക് ഡൈവേഴ്സൺ ഇല്ലയോ? ഇനി പറയാൻ നാണമുണ്ട് നിനക്ക്? കല്യാണം കഴിഞ്ഞ് 1 വർഷം നിങ്ങൾ സമാധാനത്തോടെ ജീവിച്ചില്ലേ? കൊണ്ടുള്ള വരുമാനത്തിൽ നിനക്ക് നല്ല സമാധാനമല്ലായിരുന്നു. അപ്പോൾ നിനക്ക് ആ ജീവിതം പോരാ. ആഡംബരമായിട്ട് ജീവിക്കണം, കൂട്ടുകാരെ കാണിക്കുന്ന പോലെ ജീവിക്കണം, കാറ് മേടിക്കണം, ഇതൊക്കെ പറഞ്ഞ് അവനെ നീ അലട്ടിക്കൊണ്ടിരുന്നപ്പം അവൻ വേറെ ജോലിക്ക് പോകാൻ തുടങ്ങി. അവന് സമാധാനമില്ല. അപ്പോൾ അതിനുവേണ്ടി പോയപ്പം നിൻ്റെ കൂടെ ജീവിക്കാൻ അവൻ ഒത്തില്ല. മനസ്സമാധാനത്തോടെ ജീവിക്കുക, മനസ്സമാധാനത്തോടെ ഉറങ്ങുക. മറ്റുള്ളവരെ കണ്ട് ജീവിക്കാതെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ മോള് ജീവിക്കാൻ നോക്കുക. മോളെ ഉള്ളവൻ പലതും കാണിക്കും. അത് കണ്ട് മോള് ജീവിക്കാൻ പോയാൽ നിൻ്റെ ജീവിതം കൈവിട്ടു പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിനക്ക് ഇനി ആലോചിക്കാനും തീരുമാനം എടുക്കാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. മോളെ ഇവനെപ്പോയിട്ട് ഭർത്താവിനെ കിട്ടണമെങ്കിൽ മോളെ നീ ഭാഗ്യം ചെയ്യണം. ഇങ്ങോട്ട് നോക്കടി കേട്ടോ ഞാൻ പറഞ്ഞു. എല്ലാം എന്റെ തെറ്റാ.